അങ്ങനെ ആ ദിവസം അത്ഭുതകരമായി മഴ പെയ്തു. 1937 പോളണ്ടിൽ വലിയ വരൾച്ച വന്ന്, കഠിന ചൂട് വന്ന്, ഒരിക്കലും മഴ കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ, കൃഷികൾ നശിക്കുന്ന സാഹചര്യം, ജീവനുകൾ അപകടത്തിലായിരിക്കുന്ന സാഹചര്യം, എല്ലാവരും ചിലർ സങ്കടപ്പെടുന്നു, ചിലർ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നു, ചിലർ ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഒരു കോൺവെൻറ്റിൽ, മിണ്ടാമഠത്തിൽ വിശുദ്ധയായ ഒരു കന്യാസ്ത്രീ എന്തു ചെയ്തു? ദൈവത്തിൻ്റെ മുമ്പിൽ കൈകൾ വിരിച്ച് കരുണക്കൊന്ത ചൊല്ലി കണ്ണീരോടുകൂടി മഴ പെയ്യുവാൻ വേണ്ടി ഏലിയാ പ്രവാചകൻ്റെ തീക്ഷ്ണതയോടെ ഏലിയാ പ്രവാചകനെ പോലെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആരാണത്? വിശുദ്ധ ഫൗസ്റ്റീന. വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതി പോളണ്ടിൽ മഴയുണ്ടാകുവാൻ വേണ്ടി കണ്ണീരോടുകൂടി ദൈവസന്നിധിയിൽ കരുണക്കൊന്ത നിരന്തരം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ വർഷം അത്ഭുതകരമായിട്ട് ആ പ്രാർത്ഥന ദൈവം കേട്ട് മെയ് 22 തോരാത്ത മഴ ഒരു പ്രളയം കണക്കെ പെയ്തു എന്നാണ് ഫൗസ്റ്റീന പുണ്യവതിയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക. ഈ സംഭവം ഞാൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, പലപ്പോഴും കാലാവസ്ഥയിലുള്ള വലിയ വ്യതിയാനങ്ങൾ ഈ ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില സാഹചര്യങ്ങളിൽ കഠിന ചൂട്, ചില സാഹചര്യങ്ങളിൽ കഠിനമായ തണുപ്പ്, അതോടൊപ്പം തന്നെ അപ്രതീക്ഷിതമായ പ്രളയങ്ങൾ, ഉരുൾപൊട്ടലുകൾ. പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ ബൈപ്പാസ് ചെയ്ത് വിടാറുണ്ട്. എന്നാൽ നമ്മളൊരു കാര്യം ഓർക്കുക, വിശുദ്ധ ഫൗസ്റ്റീനായും ഏലിയ പ്രവാചകനുമൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ സത്യമെന്ന് പറയുന്നത്, പ്രകൃതി ദുരന്തങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, പ്രകൃതിയിലെ ചില വ്യതിയാനങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് അത്ഭുതകരമായ മാറ്റം സംഭവിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ആത്മീയമായി വിശുദ്ധ ഫൗസ്റ്റീനായെ പോലെ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്നൊരു കാര്യം, ഈ ലോകത്ത് അനേകം ദേശങ്ങളിൽ നാളുകളായിട്ട് മഴ കിട്ടാത്ത പ്രദേശങ്ങളുണ്ട്, അല്ലെങ്കിൽ വെയിൽ കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രളയം മൂലം ദുരിതത്തിലായിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള രാജ്യങ്ങളെ ആത്മീയമായി ദത്തെടുത്ത് വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിയെ പോലെ നമ്മൾ കരുണക്കൊന്ത ചൊല്ലി നിരന്തരം മധ്യസ്ഥം വഹിച്ച് ആ രാജ്യത്തിന് വേണ്ടി, ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാവുക. ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മഴമേഘങ്ങളെ അയച്ചതുപോലെ, മഴ പെയ്തതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾ വഴിയായിട്ട് മഴ പെയ്യാനും മഴ പെയ്യിപ്പിക്കാതിരിക്കാനും ദൈവത്തിന് സാധിക്കും. ഞാൻ ഓർക്കുന്നത്, ഈസ്റ്റ് തിമോർ എന്ന് പറഞ്ഞ രാജ്യത്ത് അനേക വർഷങ്ങൾക്ക് മുമ്പ് വലിയ ഒരു കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പകല് ആയിരക്കണക്കിന് ജനങ്ങളാണ് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്. പക്ഷേ പ്രോപ്പറായിട്ട് പന്തലോ ഒന്നുമില്ല, വെറുതെ കോല് കുത്തിവെച്ച് തുണി ഇട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചു, ജനങ്ങളെല്ലാവരും അസ്വസ്ഥരാകുന്നുണ്ട്. പെട്ടെന്ന് എന്താണെന്ന് കരുതി ഞാൻ നോക്കിയപ്പോൾ അതാ മഴ പെയ്യാനായിട്ടുള്ള സാധ്യത നിഴലിച്ചു നിൽക്കുന്നു, മഴ പൊടിഞ്ഞു തുടങ്ങി. അപ്പോൾ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജനങ്ങളെല്ലാം ഓരോന്നായി വീട്ടിലേക്ക് പോകാനായിട്ട് എഴുന്നേൽക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നൽകിയ ഒരു പ്രേരണയനുസരിച്ച് ഇങ്ങനെ അവരോട് വിളിച്ചു പറഞ്ഞു, നിങ്ങളാരും എഴുന്നേറ്റ് പോകരുത്, മഴ പെയ്യുകയില്ല, ഈശോ അത്ഭുതം പ്രവർത്തിക്കും, വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക. നിങ്ങളാരും മഴയെ ഭയപ്പെടേണ്ട കാര്യമില്ല, നിങ്ങളുടെ ഭവനങ്ങളിൽ സമയത്ത് നിങ്ങൾ എത്തിച്ചേരും. മഴ പെയ്യാതെ, മഴ നനയാതെ ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഒരുപക്ഷെ അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്തായിരിക്കാം, രോഗാവസ്ഥയിലുള്ളവർ അവരുടെ രോഗത്തെ ഓർത്തായിരിക്കാം ഭയപ്പെട്ട് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിയത്. ഏതായിരുന്നാലും ഇങ്ങനെ പറഞ്ഞ് മഴ മേഘങ്ങളെ ശാസിച്ചുകൊണ്ട് ആ നിമിഷങ്ങളിൽ ദൈവജനം മുഴുവനും ഒന്നു ചേർന്ന് ഉച്ചസ്വരത്തിൽ ദൈവത്തെ നിലവിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കണ്ട ഒരു അത്ഭുതമെന്ന് പറയുന്നത്, ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അത്ഭുതകരമായി ആ കറുത്ത കാർമേഘം മാറുകയും സൂര്യൻ കത്തിജ്വലിക്കുന്ന പ്രഭാവത്തോടെ അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ആ സമയത്ത് മഴ പെയ്തില്ല എന്ന് മാത്രമല്ല, ആ ദിവസം പോലും പിന്നീട് അന്ന് മഴ പെയ്തിട്ടില്ല. സഹോദരങ്ങൾ, ഇത്തരത്തിലുള്ള അനുഭവം ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിലും വലിയ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്, പലരും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്,
കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത അത്ഭുതങ്ങളില്ല. കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നടക്കാത്ത അത്ഭുതങ്ങളില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ, അത് കാലാവസ്ഥാ വ്യതിയാനമാകട്ടെ, രോഗങ്ങളാകട്ടെ, കടബാധ്യതയാകട്ടെ, വിഷമസന്ധികളാകട്ടെ, വിശ്വാസത്തോടുകൂടി വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിയെപ്പോലെ കരുണക്കൊന്ത് ചൊല്ലി പ്രാർത്ഥിച്ചാൽ ദൈവം ആ മേഖലയിൽ അത്ഭുതം പ്രവർത്തിക്കും എന്നു തന്നെയാണ് പറയുവാനുള്ളത്. നമുക്ക് വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിയുടെയും മറ്റു വിശുദ്ധരുടെയും എല്ലാം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അസാധ്യ കാര്യങ്ങൾക്ക് വേണ്ടി വിശുദ്ധ റീത്ത പുണ്യവതിയുടെ ഒക്കെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. അത്ഭുതം നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ ദൈവം ഇടയാക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.